നീ ആരാണെന്ന് വിചാരം? Excuse me? I mean, ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Okay. So നീ ആരാണെന്ന് എൻ്റെ വിചാരം? So I can say, who do you think you are? കുറച്ചും ദേശത്തിലാണെങ്കിൽ who the hell do you think you are എന്ന് പറയാമല്ലേ? കുറച്ചും കൂടി പഞ്ച് ഉണ്ടാവും. അപ്പോൾ ഷെഫീലിനൊപ്പം ഇതുപോലത്തെ ഒരു ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി ചെയ്തു ഞാൻ അറിഞ്ഞു. അതിൽ എല്ലാം സ്കോർ ചെയ്തല്ലേ? Yeah, of course. അപ്പോൾ ഞാൻ റിയാസിൻ്റെ അടുത്ത് കുറച്ച് മലയാളം സെൻറ്റൻസസ് പറയാൻ പോവാണ്. അപ്പോൾ റിയാസ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നോക്കാം എത്ര എണ്ണം കിട്ടും. അപ്പോൾ ഷെഫീലിന് വല്ല കുറച്ചും ടഫ് സാധനങ്ങളായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ അവസരം മുതലായിക്കോ. ഇതിപ്പം എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് വേറെ രീതിയിൽ ഗോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്നും പറയാം അല്ലേ? ഇനി അടുത്ത് ക്ഷമിക്കണം, അറിയാണ്ട് പറ്റിയതാണ്. Okay, sorry, I didn't mean that. Sorry, I didn't mean that. Yeah. അല്ലെങ്കിൽ നമുക്ക് സോറി ഇറ്റ് wasn't intentional എന്നും പറയാം. പിന്നെ എൻ്റെ കാറിൻ്റെ എണ്ണ തീർന്നു. Okay. My car ran out of fuel. My car ran out of fuel അല്ലേ? ഇപ്പോൾ ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ നമുക്ക് my car ran out of gas എന്ന് പറയാം. ഗ്യാസ് മീൻസ് പെട്രോളിൻ്റെ അമേരിക്കൻ ഇംഗ്ലീഷാണ് ഗ്യാസോലീൻ അല്ലെങ്കിൽ ഗ്യാസ്. ഇനി അടുത്ത് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് എത്രയാ? 50 രൂപയാണ്. Okay. All I have is 50 rupees. Cool, nice. അവൻ എവിടെയായിരിക്കും? Where could he be? Where could he be is right. അല്ലെങ്കിൽ നമുക്ക് where do you think he is എന്ന് പറയാം. Yes. ഇനി അടുത്തത് പറയുന്നത്ര എളുപ്പമല്ല ചെയ്യാൻ. Okay. It's easier said than done. Oh, right. It's easier said than done. ഇത് ഇംഗ്ലീഷിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം പറയാൻ എളുപ്പമാണ്, പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ ഡയലോഗ് എളുപ്പമാണ്, ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അതാണ് ഇറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. ഇനി അടുത്തത് ഇന്നല്ലെങ്കിൽ നാളെ നീ പിടികൂടും. ഓക്കെ. സോ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നതിന് പകരം ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. സോ sooner or later you will get caught. Sooner or later you will get caught. Yeah, right. ഞാൻ മാപ്പ് പറയണമായിരുന്നു എന്നാണോ നീ പറയുന്നത്? Excuse me, are you saying that I should have apologized? Wow, really. ഇനി ലാസ്റ്റ് വൺ. Okay. അവൻ ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെക്കാറില്ല. Okay, മടക്കി വെക്കാറില്ല. Okay, he doesn't roll up his sleeves. He doesn't roll up. അവിടെ സ്ലീവിന്റെ കാര്യം വരുമ്പോൾ റോൾ അപ്പ് ആണ് വരുന്നത്, അല്ലാതെ ഫോൾഡ് അല്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു റിയാസ്. ഒന്നുമില്ല, സംഭവിച്ചിരുന്നു, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കാൻ പറ്റും. പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ആൻഡ് ജോയിൻ us. Thank you. English House. English at your fingertips.